ആലപ്പുഴ ജില്ലാ സമ്മേളനം ഇന്ന് രണ്ടാം ദിവസമാണ്. ഹരിപ്പാട് പുരോഗമിക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എച്ച് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷാജി, ജില്ലാ സമ്മേളനത്തിന്റെ ആവേശത്തിലാണ് ആലപ്പുഴ. പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു. ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായിട്ടും വിനിഷ, കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിലുള്ള ഹാളിലാണ് ചർച്ച ഇപ്പോൾ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചത്. പാർട്ടിക്കുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ തന്നെ വിശദമായിട്ട് ചർച്ച ചെയ്തു വരികയാണ്. ഇതിനിടയിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില ഭാഗങ്ങളിൽ കൊഴിഞ്ഞുപോക്കുകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ചില കേന്ദ്രങ്ങളിൽ, അതായത് 1-2 തീരപ്രദേശങ്ങളിലടക്കം പാർട്ടിക്ക് വോട്ട് ചോർച്ചയുണ്ടായി. ഇത് കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് പരിശോധിച്ചുകൊണ്ടാണ് വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെയും അതോടൊപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും ഒക്കെ നേരിടാനായിട്ട് പാർട്ടി സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്ക് ഇന്നലെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷമാണ് പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഗ്രൂപ്പ് ചർച്ചകളും മറ്റ് ചർച്ചകളുമൊക്കെ തന്നെ പുരോഗമിച്ചു വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ ചർച്ചകൾക്കെല്ലാം തന്നെ മറുപടി ഉണ്ടാവും. നാളെ ആണ് ഇതിൻ്റെ സമാപന സമ്മേളനം നടക്കുന്നത്. റെഡ് വാളിൻ്റെ പരേഡും അതോടൊപ്പം തന്നെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. MA ബേബി അടക്കമുള്ള പ്രമുഖ പോളിറ്റ് ബ്യൂറോ നേതാക്കളടക്കമുള്ളവർ ഈ സമ്മേളനത്തിൽ ഇപ്പോഴും പങ്കെടുത്തു വരികയാണ്. ബിനിഷ. ശരി, ഷാജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ജില്ലാ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്.